ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ് ഗായ്സ്. ഇന്ന് എന്താണ് പുതിയ വീഡിയോ എന്ന് ചോദിക്കുമ്പോൾ, ഇന്നും നമ്മളൊരു കുക്കിംഗ് ബ്ലോഗാണ്. ഈ ഒരു കുക്കിംഗ് ബ്ലോഗ് ഒരു സ്പെഷ്യൽ സാധനം. ആദ്യമായിട്ടാണ് ഈ ഒരു സാധനം വീഡിയോ എടുക്കുന്നതും ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീട്ടിൽ ഈ സാധനം ഉണ്ടാക്കുന്നതും. ബച്ച ചെയ്തില്ല. അപ്പം എന്താണ് മോമോസ് ഗൈസ്? മോമോസ്. വൈദ്യുതി ഞാനൊരു മോമോസ് ഫാനാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ ഉമ്മ ഓൾവേസ് മോമോ ഫാനാണ്. സോ നമ്മൾ അത് വീട്ടിലൊന്ന് ട്രൈ ചെയ്താലോ എന്ന് നമ്മളെ ഒരു നിഗമനത്തിലെത്തി ഗൈസ്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. സംഭവം ഇപ്പം ഉമ്മ ഇവിടെ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതായത് നമ്മൾ വട്ടത്തിൽ കണ്ടോ സംഭവമൊക്കെ 4-5 റെഡിയായി. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കി ഈ സാധനം ഒന്ന് ട്രയലൊന്ന് പരീക്ഷിച്ചു. അപ്പോൾ കിട്ടിയിരിക്കുന്നത് ഈ രൂപത്തിലാണ് ഗൈസ്. എനിക്ക് ചീറ്റിപ്പോയി ചെറുതായിട്ട്, കുഴപ്പമില്ല. നമ്മളിത് നന്നാക്കി എടുക്കുന്നതായിരിക്കും. ഇന്ന് തൊട്ട് നമ്മളിത് ഇതിൻ്റെ മസാല ഞാൻ നേരത്തെ ഒരു ബിരിയാണി വെച്ചൊരു സംഭവമില്ലായിരുന്നു, മാസ് എന്ന് പറഞ്ഞിട്ട്. യെസ്, ആ ഒരു സാധനം വെച്ചിട്ടാണ് ഇത്. കാണുന്നുണ്ടോ ഗൈസ്? നമ്മൾ കുറച്ച് മഞ്ഞളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും നോർമലി കളേഴ്സ്, അതായത് മഞ്ഞളോ മസാലകളോ ഒന്നും യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ റെഫർ ചെയ്തപ്പോൾ കണ്ടിട്ടില്ല. ബട്ട് നമ്മൾ ഇട്ടു, നമ്മളൊരു ഇതിനിട്ടതാണ്. അപ്പോൾ സത്യത്തിൽ ഇത് എന്താകും? പണ്ടത്തെ പോലെ ആവാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഞാൻ നോക്കട്ടെ ഇതെന്താവും എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. വീണ്ടും അതുപോലെയൊക്കെ തന്നെ ആയിട്ടുള്ള എന്തോ എനിക്ക് അറിഞ്ഞൂടാ. ഇതാ ഉമ്മ ഒന്ന് ട്രൈ ചെയ്യൂ. എനിക്കിത് ശരിയാകുന്നില്ല. ഞാൻ ട്രൈ ചെയ്തു, ബട്ട് ഓക്കെ, ഒരു വൃത്തിയില്ല, ഒരു മെനയില്ല ഗൈസ്, മെനയില്ല. ഉമ്മാനെ കൊണ്ട് നമുക്കൊന്ന് ചെയ്യിപ്പിച്ചു നോക്കാം. ഉമ്മ ഒന്ന് ട്രൈ ചെയ്യും. ഉമ്മ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. ആക്ച്വലി വീഡിയോയിൽ വരാൻ താല്പര്യമുണ്ടോ? അല്ല, നോക്കിയിട്ട് വരാം. ആക്ച്വലി ഞാൻ 2 മോമോസ് ഓൾറെഡി ഉണ്ടാക്കി. രണ്ടും ഈക്വൽ, ഒരു മെനയില്ല. ഞാൻ കാണിച്ചുതരാം. എന്നെക്കാളും ഞാൻ വിചാരിച്ചു ഞാനായിരിക്കും മെനയില്ലാത്തത് ഉണ്ടാക്കുക. എന്നെക്കാളും മെനയില്ലാത്തൊന്നും ഇവിടെ ഉണ്ട്. ഞാൻ കാണിച്ചുതരാം. ഇത് ആക്ച്വലി പുള്ളിക്കാരി വേറൊരു ഡെക്കറേഷൻ. നോർമലി ഇത് തന്നെ ചെയ്താൽ മതിയായിരുന്നു, ഇങ്ങനെ ഉള്ളത്. ഇത് പുള്ളിക്കാരി തന്നെ റൗണ്ടാക്കി ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കിഴി പോലത്തൊരു മോമോസ് കാണുന്നുണ്ട്. ഇരിക്കട്ടെ, ആദ്യമായിട്ടാണല്ലോ. ഇനിയൊരു പ്രാവശ്യം ഇത് നല്ലോണം ഒന്ന് പഠിച്ചിട്ട് ചെയ്യണമെന്നുണ്ട്. ഒരു വ്ളോഗുമായിട്ട് ഞാൻ എന്തായാലും വരും. കാരണം ഇതെനിക്ക് തീരെ ഒട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്നാൽ മാത്രം അടിപൊളിയാണ്. പക്ഷെ ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണ്ടല്ലോ, നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ കഴിക്കാം. യെസ്, സില്ലി. ഇതിങ്ങനെ കാണിക്കുന്നുണ്ട്, ഇങ്ങനെ വയ്ക്കാം. സത്യം പറഞ്ഞാൽ കിട്ടില്ല ഗൈസ്, അത് ചെയ്യാൻ അറിഞ്ഞൂടാ. നമ്മൾ എന്നാലും ഇത് ഏറെക്കുറെ ഒരു സ്ട്രക്ചർ വന്നിട്ടുണ്ട്, കാണുന്നുണ്ടോ? പക്ഷെ എന്നാലും ഒരു അപാകതല്ലേ. നമ്മൾ പ്രൊഫഷണൽ അല്ല ഗൈസ്. നമുക്ക് ഇങ്ങനെയൊക്കെ അറിയുള്ളൂ, നമുക്ക് തിന്നാൽ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പരീക്ഷിക്കുമ്പോഴാണ് ഓരോ കാര്യം നമുക്ക് അറിയാം. ഇങ്ങനെയാണ്. ആരും എന്താ പറയുക, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുമ്പോൾ ആർക്കും അറിയണ്ടാവില്ല. സോ നമ്മൾ ചെയ്ത് പെർഫെക്റ്റ് ആക്കണം. എന്നുവെച്ചാൽ നമ്മളിത് എന്തായാലും വീണ്ടും ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഈ ഒരു ഇതോടെ നമ്മൾ നിർത്തി പോകുന്നില്ല, നമ്മൾ തുടരും. ഒരു വ്യത്യാസമൊന്നുമില്ല ഗൈസ്, ഒരു പുരോഗമനം ഞാനിതിൽ കാണുന്നില്ല. ഒരു ആവേശത്തിൽ ഞാൻ ഏറ്റെടുത്തതാണ്. ഞാൻ ഉമ്മാനോട് പറഞ്ഞ്, ഉമ്മ ഈ വട്ടത്തിൽ ഇങ്ങനെ ചെയ്തെന്നാൽ മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കാം. ബട്ട് കാണുന്ന പോലെ അല്ലടാ, ഇത് വേറെ ഏതൊരു രീതിയിലാണ്. സത്യമായിട്ടും ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഉണ്ടാക്കുമ്പോൾ പറഞ്ഞായിരുന്നു, മൈദ കുഴക്കുമ്പം അയ്യേ ഇത്ര ചെറുതാ, ഇത്ര കുറച്ചാ. ഒപ്പം മൈദ അധികം, ഈ മസാല കുറച്ചേ ഉള്ളൂ ഗൈസ്. പുള്ളിക്കാരി ഇവിടെ നിന്നിട്ട് പേടിപ്പിക്കുന്നു. നിങ്ങൾക്ക് കാണണമെന്നുണ്ടോ? ഞാൻ കാണിച്ചു തരാം. ബട്ട് പുള്ളിക്കാരി നോട്ട് റെഡി ഫോർ. യെസ്, ഇത് ചെറുതായിട്ട് ഇങ്ങനെ വന്ന പോലെ കണ്ട, ആ ഒരു സൈഡ് മാത്രം. ഞാൻ ഒന്നും കൂടി ട്രൈ ചെയ്യാം.
ഗൈസ്, ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ, അതായത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ പോക്ക് അത്ര ശരിയല്ല. ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ പോക്ക് എനിക്ക് കാണിച്ചു തരാം. ഇത് കാണുന്നുണ്ടോ? ഒരെണ്ണം ബാക്കി, അല്ല 3 ബാക്കിയായി, 3 ചപ്പാത്തി ബാക്കിയായി. നോക്കിയാ, ഇങ്ങനെ ദൂരെ നിന്ന് കാണുമ്പോൾ അതിൻ്റെ വൃത്തി വെടുപ്പൊന്നും കാണുന്നില്ല. നോർമലി കാണുമ്പോൾ ഹായ് മോമോസ് എന്ന് തോന്നും. അല്ല, തോന്നിയിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ, പക്ഷേ തോന്നുമായിരിക്കും. പക്ഷേ നേരിട്ട് കാണുമ്പം അത്ര ലുക്കില്ല ഗൈസ്. സോ ഉണ്ടാക്കി. അപ്പോൾ ഇതിനെ നമ്മൾ ഫ്രീ ആണോ സ്റ്റീം ആണോ എന്ന് ഇതിനെ ആലോചിച്ചിട്ടില്ല. ബാക്കി 3 കൂടി ബാക്കിയുണ്ട്. ഇതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അങ്ങ് ചെയ്ത് തീർക്കാം. ഓക്കെ യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ ഈ മോമോസിനെ നമ്മൾ ഫ്രൈഡ് മോമോസ് ആക്കാനാണ് നമ്മളുടെ പ്ലാൻ. പിന്നെ കുഴപ്പമില്ല, നമ്മൾ ചട്നിയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ചട്നിക്കുള്ള സാധനമുണ്ടോ? ആ, ചട്നിക്കുള്ള സാധനം ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ചട്നി. ഓക്കെ ഹായ് ഗൈസ്, എനിക്ക് എന്തോ പാടാനൊരു തൊര വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു പാട്ടാവാം. ഓക്കെ ഓക്കെ അങ്ങ് വാനക്കോണില് നിന്നെ നിന്നൊരമ്പിളി, അമ്പിളിക്കലക്കൊള്ളില് ചോര കൺമുയൽ, ഇങ്ങ് നീലത്തുരുത്തില് നീ പരപ്പിന്നിടലിടും, അമ്പിളിക്കലക്കൊള്ളില് ആമ കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്തെ വിറ്റിലെ ചെല്ലവുമായി തല വലിഞ്ഞു കയറി ദൂരത്തിൽ നിങ്ങോ പതുങ്ങിയല്ലോ. ആരെക്കൊടുത്തുള്ള രാജിലക്കും തിളച്ചുമായി ഭൂമിയെ പാടി പോടും അത്രയും വിട്ടിട്ടു വയ്ക്കാം കുഞ്ഞിളം ഭാവി കഥ കേട്ടു മെല്ലെ മിഴി പോട്ട് മാറിൻ. ഗൈസ്, അത് ഞാൻ പാടിയത് ഇച്ചിരി കുളമായിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നും കൂടി നന്നായിട്ട് പാടാമെന്ന്. അങ്ങുവാനക്കോണിലെ മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലക്കുള്ളില് ചോര കൺമുയൽ, ഹിങ്ങു നീലത്തുരുത്തില് നീർപ്പരപ്പിന്നിഴലിടും, അമ്പിളിക്കലക്കുള്ളില് ആമ കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്തെ വിറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കയറിയ തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരക്കൊളുത്തുള്ളൊരാ ചെല്ലക്കും വിറ്റില ചെല്ലത്തിലോ, ഭൂമിയപ്പാടെ മൂടും അത്രയും വിറ്റിലയിട്ടു വിൽക്കാം കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴി പോട്ട് മാറിൻ ഉറങ്ങ് ഉറങ്ങ്. എത്ര പാടിയാലും ശരിയാകുന്നില്ല ഗൈസ്. ഞാൻ എവിടെ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാണ് ഗൈസ്. ഒരു സോ അത് കാര്യമാക്കണ്ട. ഇനി ബാക്കി നമുക്ക് മോമോസിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് ഗൈസ്, നമുക്കിപ്പോൾ ഇത്ര മോമോസേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ടോട്ടല് 11 മോമോസ് ആണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനെ പൊരിച്ചിട്ട് അല്ല പൊരിക്കുന്നത് കാണാം. ഓക്കെ, ഫ്രൈ ചെയ്യാൻ പോണം ഗൈസ്. ഫ്രൈ ഇതാ ഗൈസ്, നമുക്ക് ഇവിടെ ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ മോമോസ് പുഴുങ്ങി എന്നിട്ടാണ് ഫ്രൈ ചെയ്യേണ്ടതെന്നാണ് തോന്നുന്നത്. നമ്മൾ ഡയറക്റ്റ് ഫ്രൈ ചെയ്തു നല്ലൊരു ഇതിലല്ല കിട്ടിയിരിക്കുന്നത്. കിട്ടി അതായത് ഞാൻ തിന്നു നോക്കി, ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ മോമോസിൻ്റെ ടേസ്റ്റ് അല്ല. ആക്ച്വലി മോമോസ് സ്റ്റീം ചെയ്തിട്ട് ഫ്രൈ ചെയ്യേണ്ടതാണെന്ന് തോന്നുന്നു. ഞങ്ങൾ എവിടെയും ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി ഗൈസ്. കുഴപ്പമില്ല, ഇത് മാസപ്പം പോലെ കുറച്ച് വലുപ്പം കൂടി മാസപ്പമായി ഗൈസ്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ നല്ലൊരു മോമോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഈ വീഡിയോ ഞാൻ ഇവിടെ വൈകിട്ടാണ് ഗൈസ്, കാരണം എനിക്ക് സങ്കടമുണ്ട്. എന്നാലും കുഴപ്പമില്ല, അടുത്തൊരു അടിപൊളി മോമോസിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗൈസ്. ഓക്കെ, അടുത്ത വീഡിയോ ബൈ ബൈ.
ഗൈസ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളെ മോമോസ് ചീറ്റിപ്പെട്ടില്ല ഗൈസ്. നമ്മളെ രൂപത്തിന് മാത്രമേ കുറച്ച് വെറൈറ്റി അല്ലെങ്കിൽ ഒരു വ്യത്യാസമായിട്ടുള്ളൂ. പക്ഷേ ആക്ച്വലി പ്രൊസീജിയറെല്ലാം സെയിം ആണ്. നമ്മളൊരു ലുക്ക് ഇല്ലാത്തപ്പോൾ നമുക്കൊരു സംശയം തോന്നി നമ്മൾ യൂട്യൂബിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് സാധനം ഇത് തന്നെയാണ്, സംഭവം സെറ്റാണ്, കുഴപ്പമില്ല. അപ്പം ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മുടെ മോമോസ്. നമ്മൾ ചട്നി അരച്ചു, നമുക്ക് ഒരു ഇതില്ലായിരുന്നു ആക്ച്വലി. നമ്മൾ ആ ഒരു ഫ്ലോയിൽ വന്നിട്ട് സംഭവം സെറ്റായില്ലല്ലോ, സക്സസ്ഫുൾ ആയില്ലല്ലോ, അപ്പോൾ ചട്നി ഒന്നും വേണ്ടാന്നൊക്കെ വിചാരിച്ചായിരുന്നു. പിന്നെ ഓണത്തിലുണ്ടാക്കി നമ്മൾ കഴിച്ചു നോക്കിയായിരുന്നു, അടിപൊളിയായിരുന്നു, സെറ്റ്. ചട്നി ഒരു രക്ഷയില്ല, ഞാൻ ആ യൂട്യൂബ് നോക്കിയതായിരുന്നു. അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ്. ഈ കൂടി വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ ഗൈസ്. ഇത്രയാ ഉള്ളത്. നാളെ ഇല്ല വീഡിയോ മോമോസ് ഇല്ല, ക്യാൻസൽ, സോറി. ഉറങ്ങ് വളരെ എനിക്ക് ഫ്ലോയിൽ പാടിയതാണ്. ചോര കൺമുയൽ